ഹായ് ഡിയേഴ്സ്, ദിസ് ഈസ് സിംപ്ലി മൈ പാഷൻ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബീറ്റ്റൂം ഓവൻ ഒന്നും യൂസ് ചെയ്യാതെ നമ്മളെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി കേക്ക് റെസിപ്പിയാണ്. ഓംബ്രെ ബട്ടർ കേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ആ ഒരു ഓംബ്രെ എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കേക്കിന് ആ ഒരു പേര്. നല്ലൊരു ബട്ടർ കേക്കാണ്, നല്ല ടേസ്റ്റിയാണ്, കാണാനും നല്ല ലുക്കാണ്, 3 കളറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 100 ഗ്രാം ബട്ടർ വേണം. അത് റൂം ടെമ്പറേച്ചറിലായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് എടുക്കേണ്ടത്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ബട്ടർ നല്ലോണം ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. ആ ഒരു കളറൊക്കെ മാറി ഏകദേശം ഒരു വൈറ്റ് കളർ ആകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നന്നായിട്ടൊന്നും അലിയില്ല, തരി പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത്. ബീറ്റർ ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. ബീറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഈ വിസ്ക് ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഇനി അതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. ഞാനൊരു ചെറിയ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട്, എന്നാലും അത് ശരിക്കും മിക്സ് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേ ടൈം അത് മിക്സ് ചെയ്ത് ആ മുട്ട ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി ആ മിക്സുമായിട്ട്. കാരണം കുറേ ടൈം അത് മിക്സ് ചെയ്യുമ്പോൾ ബട്ടറും ഇതും തമ്മിൽ അത് പിരിഞ്ഞ പോലെ ഉണ്ടാവും, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് മിക്സ് ആയതിന് ശേഷം മറ്റേ മുട്ടയും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് വാനില എസൻസും കൂടി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് വാനില എസൻസ് എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക, അത് കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പാൽ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സാക്കി വീണ്ടും ചേർത്ത് മിക്സാക്കുക. എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ആകുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് മിക്സായി കിട്ടുമല്ലോ, അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു ഓംബ്രെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ പൊതുവെ തിക്കായിട്ടാണ് ഉണ്ടാവുക. കാരണം നമ്മളിത് എന്നാൽ ആ ലെയേഴ്സ് ശരിക്കും കിട്ടുള്ളൂ. ബാറ്റർ ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മളത് ലെയർ കൊടുക്കുമ്പോൾ അത് ചിലപ്പം മിക്സായി പോകും, ആ കറക്റ്റ് ലെയറിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ തിക്കായിട്ടാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക, പാല് കൂടരുത്. 1/4 കപ്പിൽ ഒരിക്കലും അധികം ആവാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ആ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളേഴ്സ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 3 ലെയറാണ്. അപ്പോൾ അതിനായിട്ട് ചോക്ലേറ്റിൻ്റെ ലെയറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണ് നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ 1/3 ഭാഗം ചേർത്ത് കൊടുക്കുക. നമുക്ക് 3 ലെയറാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ 1/3 ഭാഗം ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ, ഡാർക്ക് കളറിലുള്ള ലെയർ ഇതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. 5 ഇഞ്ചിൻ്റെതാണ് എടുത്തത്. നല്ല ഡെപ്തും ഉണ്ട് കേട്ടോ, 3 ഇഞ്ച് ഡെപ്തും ഉള്ള ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സോഫ്റ്റ് ബട്ടർ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ആ സൈഡിലും അടിയിലൊക്കെ ആക്കി കൊടുക്കുക. എന്നിട്ട് ആ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ഒഴിക്കരുത്, 1 സ്കൂപ്പോളം അവിടെ ബാക്കി വെക്കുക കേട്ടോ. കുറച്ചൊന്നും അവിടെ ബാക്കി വെക്കുക. കാരണം ഇതിലാണ് നമ്മൾ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് മിക്സ് ആക്കുന്നത്. ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് നമുക്ക് സെക്കൻഡ് ലെയറിന് വേണ്ടത്, അതുകൊണ്ട് തന്നെ കുറച്ച് അവിടെ ബാലൻസ് വെക്കുക. എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാലൻസ് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ ബാറ്ററിൽ
ബാക്കിയുള്ള ആ ബാറ്ററിൽ നിന്നുള്ള 1/3 ഭാഗം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി ഒന്ന് ചേർത്തു, അതുപോലെ ഒന്നും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ പതുക്കെ ഇട്ട് കൊടുക്കുക. കാരണം ഇത് നമ്മൾ പെട്ടെന്ന് അതങ്ങ് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അത് ഉള്ളിലേക്ക് താണുപോകും. അതുകൊണ്ട് മെല്ലനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ബാറ്ററി തിക്കായിരിക്കണം എന്ന് പറഞ്ഞത്. ലൂസായി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കറക്റ്റ് ലെയറായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫൈനൽ ലെയറാണ് ചെയ്യേണ്ടത്. അതിന് ബാലൻസ് ഉള്ള ആ ഒരു ബാറ്ററി ഇട്ട് കൊടുക്കുക. ഇതുപോലെ പതിയെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. നമുക്കിത് പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നാൽ കറക്റ്റ് ലെവലിൽ വരും. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഓവനിലല്ല ചെയ്യുന്നത്. ഇതുപോലെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കുക കേട്ടോ. ആദ്യം മൂടി വെച്ച് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ ഇത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഏകദേശം 1.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ കേക്ക് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഞാൻ വളരെ ചെറിയ തീയിലാണ് വെച്ചത്, അതുകൊണ്ടായിരിക്കണം അത്രയും ടൈം എടുത്തത്. അത് മാത്രമല്ല ഈ അലൂമിനിയത്തിൻ്റെ ആ ഒരു കേക്ക് ടിൻ ആയതുകൊണ്ടായിരിക്കണം. അപ്പം ഓരോ ടിന്നനുസരിച്ച്, അതുപോലെ ടിന്നിൻ്റെ സൈസ് അനുസരിച്ച്, അതുപോലെ ഫ്ലെയിം അനുസരിച്ച് ടൈം ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 50 മിനിറ്റ് എന്തായാലും വേണ്ടി വരും കേക്ക് ഒന്ന് ബേക്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു 50 മിനിറ്റിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു ടൂത്ത് പിക്കോ മറ്റോ എടുത്തൊന്ന് കുത്തി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയില്ല എത്ര ടൈം ഇനി വേണ്ടി വരും എന്നുള്ളത്. അത് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് സോസ് പാനിൽ ഒഴിച്ചിട്ടും ചെയ്യാം. നമ്മൾ സോസ് പാനിലും കേക്ക് ചെയ്യാറുണ്ട് ഡയറക്റ്റ് വെച്ചിട്ട്, അങ്ങനെയും ചെയ്യാം. ബട്ട് ചെറുങ്ങനെ ഒരു അടിഭാഗം ഒരു ഹാർഡായി പോകുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി ഓംബ്രെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ലെയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഷെയ്ഡായിട്ട് കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇതിനെയാണ് ഓംബ്രെ ഡിസൈൻ എന്നാണ് ഇതിനെ പറയുക. അതുകൊണ്ടാണ് ആ ഒരു പേര് കേക്കിന്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിൻ്റെ മെയിൻ കാര്യം ബട്ടർ, എന്തായാലും ബട്ടർ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഓയിലൊന്നും ഇതിന് റീപ്ലേസ് ചെയ്യരുത്. കാരണം ബട്ടറിൻ്റെ ടേസ്റ്റാണ് വേണ്ടത്. ഓയിൽ യൂസ് ചെയ്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കിട്ടൂല, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ബട്ടർ തന്നെ യൂസ് ചെയ്യുക. കാരണം ഇതൊരു ബട്ടറിൻ്റെ ടേസ്റ്റ് കൂടി വരണം. ഓംബ്രെ ബട്ടർ കേക്കാണിത്. അപ്പോൾ എന്തായാലും ബട്ടർ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഓംബ്രെ ബട്ടർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം സിംപ്ലി മൈ പാഷൻ.